എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. പുറത്താണെങ്കിൽ ഭയങ്കര മഴയേട്ടാ, മഴ തകർത്ത് പെയ്യാണ്. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ മഴയുടെ യാതൊരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴേക്കും പെരും മഴ, രാത്രി ഫുള്ള് മഴയായിരുന്നെന്ന് തോന്നണം. അങ്ങനെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇത് പച്ചക്കർപ്പൂരമാണ് കേട്ടോ. പച്ചക്കർപ്പൂരം എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ സബ്സ്ക്രൈബർ കൊച്ച് പറഞ്ഞായിരുന്നു, സംഗീത ചേച്ചി ഇനി വിളക്ക് കത്തിക്കുമ്പോൾ പച്ചക്കർപ്പൂരം കൂടി ഇട്ട് വിളക്ക് കത്തിച്ച് നോക്കണേ, നല്ല മണവും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ എന്തായിരുന്നാലും ഇതുവരെ അങ്ങനെ വിളക്ക് കത്തിക്കാനായിട്ട് പച്ചക്കർപ്പൂരം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പച്ചക്കർപ്പൂരമൊക്കെ അതിൽ വെച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ച് നല്ല ഒരു അന്തരീക്ഷം വീട്ടിൽ കൊണ്ടുവരണം. അത് നമ്മളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ സാമ്പ്രാണിക്കട്ടയൊക്കെ കത്തിച്ച് വയ്ക്കുമല്ലോ, നല്ല മണമല്ലേ ഈ ധൂപമൊക്കെ കത്തിച്ച് വയ്ക്കുന്ന സമയത്ത്. അത് നമുക്കിപ്പോൾ രാവിലെ നിന്ന് മാത്രമല്ല, നമുക്ക് മിക്ക സമയങ്ങളിലും അത് കത്തിച്ച് വെച്ചാൽ ആ ഒരു അന്തരീക്ഷത്തിന് ഒരു പോസിറ്റീവ് വൈബ് കൊണ്ടുവരാനായിട്ട് അത് സഹായിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് കയറി ജനലൊക്കെ തുറന്നിട്ട് നല്ല ഒരു വായു സഞ്ചാരം ഉറപ്പാക്കണം. ഞാൻ എപ്പോഴും പറയും പോലെ ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ജനലൊന്നും തുറക്കാറേയില്ല, എല്ലാം അടച്ചു പൂട്ടിയിരിക്കും. അയ്യോ, അത് കണക്കൊരു നമുക്ക് ആ വീട്ടിൽ ചെന്ന് കയറുമ്പോഴേക്ക് ഒരു പെട്ടെന്നൊരു നെഗറ്റീവ്, നമ്മളിങ്ങനെ ബാക്കിലോട്ട് വലിക്കും പോലെ തോന്നൂല ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴേക്ക്. അപ്പോൾ നമ്മൾ അതൊന്നും വരാതിരിക്കാനായിട്ട് വീടിനെയും കൂടെ ആ ഒരു വായു സഞ്ചാരമൊക്കെ ഉറപ്പാക്കി ജനലും വാതിലൊക്കെ എല്ലാം തുറന്നിട്ട് ഒരു ശുദ്ധവായു രാവിലെ തന്നെ വീട്ടിനകത്തോട്ട് കയറ്റണം. അപ്പോൾ ഇനി വെള്ളം തിളപ്പിക്കണം. ആദ്യം വെള്ളം തിളപ്പിക്കുകയാണ്. ആ കിഴികിട്ട് ഇട്ടത് രാമച്ചമാണ് കേട്ടോ. നമ്മൾ രാമച്ചം വാങ്ങിച്ചിട്ട് ആ വേരൊക്കെ അതേപോലെ ഇട്ടാലും ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഇട്ടാലൊന്നും ആ രാമച്ചത്തിൻ്റെ മണവും ഗുണവും ഒന്നും ആ വെള്ളത്തിന് കാണൂല. ഇങ്ങനെ കുറച്ച് രാമച്ചം കുറച്ച് അധികം എടുത്ത് ഒരു നല്ല വെള്ളത്തുണിയിൽ കെട്ടിയിട്ട് വെള്ളം ഇട്ട് കഴിഞ്ഞാൽ നല്ല മണവും ഗുണവുമാണ്. ഇതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ഇന്നലെ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ അരി വെള്ളത്തിട്ടിരിക്കുകയായിരുന്നു പുട്ട വയ്ക്കാനായിട്ട്. അതിനെ അങ്ങ് ഊറ്റി വെച്ച് അതിന് ശേഷമാണ് കുളിക്കലും വിളക്ക് കത്തിക്കലും ഒക്കെ കഴിഞ്ഞത്. അങ്ങനെ അടുക്കളയ്ക്കകത്തും ആ ഒരു ധൂപമൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കേശുവിന് കൊണ്ടുപോകാനുള്ള സ്നാക്സ് ഒരുക്കണം. ഇതാണല്ലോ നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പോൾ കുറച്ച് ദിവസമായി ഞാനിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്തിട്ട് ഷോപ്പിങ്ങും കാര്യങ്ങളും അതും ഇതൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു, ആളിൻ്റെ പേര് അമൃത ജിനേഷ് എന്നാണ്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി അടുത്ത വീഡിയോയിൽ എൻ്റെ പേര് പറയണേന്ന്. എനിക്ക് കുറേ കമൻസും കുറേ കാര്യങ്ങളൊക്കെ ആൾ ഇങ്ങനെ അയച്ചേട്ടോ. മെസ്സഞ്ചർ വഴി കുറേ നേരം നമ്മൾ ചാറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പുള്ളിക്കാരത്തി വീട്ടിലോട്ട് ഇൻവൈറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വന്നാൽ സന്തോഷം. അപ്പം നമ്മുടെ ഏകദേശം അടുത്ത് തന്നെയാണ് പുള്ളിക്കാരത്തിയുടെയും വീട്. അങ്ങനെ ഇനി കേശുവിന് കൊണ്ടുപോകാനുള്ള സ്നാക്സാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് വേറൊന്നുമല്ല, ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് കേശുവിന് ഞാനിന്ന് ഉരുളക്കിഴങ്ങ് KFC ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം. അതാണ് ആദ്യം ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ആ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മുടെ ധൂപമൊക്കെ അവിടെ നല്ല കത്തി നല്ല ഒരു മണം വന്നിട്ടുണ്ട് കേട്ടോ. അടുക്കളയിലും ഹാളിലും മൊത്തത്തിലൊരു മണമാണ്. അപ്പോൾ ഇനി ഈ വെള്ളം തിളയ്ക്കുമ്പോഴേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്ത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. മഴ ഭയങ്കരമായിട്ട് തകർക്കുകയാണ്, ഇപ്പോൾ ഒരു രക്ഷയും ഇല്ല. ഇതിന് കേശുവിനെ എങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകും, എന്തോ കാറിൽ പോയാലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് വേവാനായിട്ട് വെച്ചിട്ട് ഇനി അരി ഊറ്റി വെച്ചിരിക്കുകയല്ലായിരുന്നു, അപ്പോൾ അതിനെ ഒന്നങ്ങ് പൊടിച്ചെടുക്കണം. അതാണ് ഇനി അടുത്ത് ചെയ്യാൻ പോണത്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നിപ്പോൾ ആ സംഭവം ഉണ്ടാക്കാൻ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് തലേ ദിവസമേ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കണം. അതിനുശേഷം വെള്ളത്തിലിട്ട് തന്നെ വെക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുമാതിരി കറുപ്പ് പോലെയൊക്കെ വരും. ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് ഇതേപോലെ നീളത്തിന് കട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ നമുക്കിതിങ്ങനെ ഒടിഞ്ഞൊന്നും പോകില്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒടിഞ്ഞു പോകും പോലെയൊക്കെ തോന്നും. അപ്പോൾ അതവിടെ വേവണ സമയം കൊണ്ടാണ് അരി പൊടിച്ചെടുത്തത്. അരി പുട്ടിനായതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും പോലെ അതിന് അരിക്കുകയും കാര്യങ്ങളൊന്നും വേണ്ട, ഒന്നങ്ങ് പൊടിച്ച് വെച്ചാൽ മതി. അപ്പോൾ അതിനെ അങ്ങ് പൊടിച്ച് വെക്കണം. കേശു ഉണർന്നില്ല. കേശുവിനും അച്ഛനും ഞാൻ ഇവിടെ നിന്ന് സിഗ്നൽ അയച്ചിട്ടുണ്ട് എണീക്കാനുള്ളത്. ഇവിടെ രാവിലെ താഴ്ന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോഴേ അവിടെ അവർക്ക് നമ്മൾ എഴുന്നേക്കാറായി, ഇനി കിടന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു
സിഗ്നൽ അങ്ങോട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇനി അരി അങ്ങ് പൊടിച്ച് വെച്ചിട്ട് കേശുവിനുള്ള ആ സ്നാക്സ് ഉണ്ടാക്കണം. അപ്പം ഞാൻ അത് ആ വെള്ളത്തിൽ അല്ല അത് എന്തു പറയട്ടെ വേവാനായിട്ട് വെച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യണത്. അത് ഏകദേശം എന്നല്ല നന്നായിട്ട് വെന്ത് വരണം. വെന്താൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അരിയൊക്കെ പൊടിച്ച് വെച്ച് അപ്പോൾ മാവൊക്കെ അവിടെ റെഡിയായി, അരിയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് വറുത്തെടുത്താൽ മാത്രമേ പുട്ട വയ്ക്കാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും ഞാൻ ആ സംഭവം അവിടെ വെച്ചിട്ട് ഇപ്പം സമയമില്ല. കേശുവിന് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് മാത്രമേ ബാക്കി എന്തും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അരി പൊടിക്കുമ്പോൾ അറിയാമല്ലോ, അടുക്കള മൊത്തം മാവ് പൊടി ഒരു മേളമായിരിക്കും. അങ്ങനെ നമ്മളിവിടെ വേവാൻ വെച്ച സംഭവം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം മഞ്ഞപ്പൊടിയിലേക്ക് ആ കളറൊക്കെ പിടിച്ച് നല്ല ഉപ്പൊക്കെ പിടിച്ച് സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കണം. വെച്ചില്ലെങ്കിലും സാരമില്ല, പക്ഷെ വെക്കാതെ എടുക്കുമ്പോഴേക്ക് അതിങ്ങനെ ഒടിഞ്ഞു പോകും. ഞാനതൊന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിനെ കോരിയെടുക്കണം. കോരിയെടുത്തതിന് ശേഷം ആണ് നമ്മൾ ബാക്കി പരിപാടികൾ നോക്കുന്നത്. വേറൊന്നുമല്ല, ഇനി മൈദാമാവാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരിക്കൽ മൈദാമാവിൽ ഉണ്ടാക്കിയപ്പോഴേക്ക് ചേച്ചി മൈദാമാവ് അത്രയ്ക്ക് നല്ലതല്ല എന്ന് പറയാനുണ്ട്. ഇതൊന്നും എന്നും നമ്മൾ കൊടുക്കുന്ന സംഭവമല്ല, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഈ പൊറോട്ടയൊക്കെ പിള്ളേർക്ക് വാങ്ങി കൊടുക്കാറില്ലേ. അപ്പം നമ്മൾ എന്ത് കാര്യമായിരുന്നാലും ഡെയിലി അതൊക്കെ ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇതൊക്കെ നമ്മൾ വല്ലപ്പോഴും ചെയ്യണമല്ലേ. മിക്കവാറും ഞാൻ കോൺഫ്ലവറിലാണ് എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കാറ്. ഇന്നിപ്പോൾ കോൺഫ്ലവർ എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല. ഇന്നലെ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് മറന്നുപോയി. അപ്പോൾ ഞാൻ കുറച്ച് മൈദാമാവ് എടുത്ത് അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ അതിലിട്ട് വേവിച്ചതുകൊണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയൊന്നും വേണ്ട. ഇനി ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം വെള്ളം കൂടി പോകാനും പാടില്ല, വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല. അപ്പം നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ അതിനെ ഒന്ന് ഈ ഒരു രൂപത്തിലൊക്കെ ആക്കിയെടുക്കണം. അതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഒടിഞ്ഞു പോവാത്ത രീതിയിൽ അതിലേക്കിട്ട് പതുക്കെ ചെറുതായിട്ട്, നമ്മൾ ഒരുപാട് പ്രസ് ചെയ്താൽ ഉരുളക്കിഴങ്ങ് ഒടിഞ്ഞും അതിൻ്റെ നാശക്കോട്ടയാവും. അപ്പോൾ അതൊന്നും വരാതെ കുറേശ്ശെ ഇട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി കൂട്ടിയെടുക്കണം. അതിനുശേഷം നമുക്ക് വീണ്ടും വേണമെങ്കിൽ മാവ് അതിലേക്കങ്ങ് കുറച്ച് തട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ആ രീതിയിൽ ഒന്ന് ഇളക്കി എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. വെള്ളം കൂടിപ്പോയാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്കത് കിട്ടൂല. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കുറേശ്ശെ എടുത്ത് ഇതുപോലെ നല്ല ഇളക്കി എടുക്കണം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിന് നല്ല തിളയ്ക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനത് തിളയ്ക്കാനായിട്ട് വെക്കുന്ന സമയം കൊണ്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച്, അത് എന്തൊരു പൊട്ട ബുദ്ധിക്കാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. എണ്ണ നിമിഷം കൊണ്ടങ്ങ് ചൂടാവില്ലേ. പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് പിന്നെ ഈ മാവ് വറുത്തെടുക്കേണ്ടി വന്ന്. അപ്പോൾ ചില സമയത്ത് നമുക്ക് വെപ്രാളം കൂടുമ്പോൾ ഉണ്ടല്ലോ, എല്ലാം റിലേ പോയ ഒരവസ്ഥയായിരിക്കും. കാണിക്കുന്നത് മൊത്തം ചിലപ്പോൾ പൊട്ടത്തരമായിരിക്കും. അങ്ങനെ മാവും കൂടെയൊക്കെ അവിടെ വറുത്തെടുത്തിട്ട് ഇനി അത് പൊരിച്ചെടുക്കണം. രാവിലെ ഞാൻ ഈ വെപ്രാളത്തിലെല്ലാം ചെയ്യുമ്പോഴേക്കും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ അമ്മയും കൂടെ വന്നാൽ എനിക്ക് ആ സമയത്ത് എല്ലാം കൂടെ നടക്കാത്ത പോലെ തോന്നും. അപ്പം നമുക്ക് ഓരോ കണക്കൂട്ടലുണ്ടല്ലോ, ഇതെല്ലാം അങ്ങ് പെട്ടെന്ന് ചെയ്ത് തീർക്കണമെന്നുള്ളത്. അതുകൊണ്ട് ഈ സമയത്ത് അമ്മ അടുക്കളയിൽ വന്നാലും അമ്മ അവിടെ ഇരിക്കുകയുള്ളൂ. ഞാൻ പറയാം, അമ്മ ഞാനങ്ങ് ചെയ്തെടുത്തോളാം എന്ന് പറയും. അല്ലെങ്കിൽ എനിക്കൊരു തടസ്സം പോലെയാണ്. നമ്മൾ അങ്ങോട്ടും ഓടി നിൽക്കുമ്പോഴേക്കും ആ ഒരു ഫ്ലോ കിട്ടൂല. അങ്ങനെ എണ്ണ പിന്നെ ആ മാവ് അവിടെ വറുത്ത് വെച്ചതിന് ശേഷമാണ് ഇത് പൊരിച്ചെടുക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ കണ്ടില്ലേ, കാണുമ്പോഴേക്ക് ഏകദേശം ഒരു KFCയിലേക്ക് ഒരു മിനിയേച്ചർ വേർഷൻ പോലെയൊക്കെ തോന്നുന്നുണ്ട്. KFCയിൽ നിന്നും ഞാൻ അങ്ങനെ എന്നേ പറഞ്ഞിട്ടല്ല. എന്നാലും പിള്ളേരെ പറ്റിക്കാനായിട്ട് നമുക്കിതൊക്കെ തന്നെ ധാരാളമാണ്. അപ്പോൾ ഇനി മൊത്തത്തിൽ അതിനെ ഒന്ന് പൊരിച്ച് കോരിയെടുക്കണം. നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചേക്കാളും കുറച്ചും കൂടെ നല്ലതായിട്ട് കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ ഒരു KFC ചിക്കൻ പൊരിക്കുന്ന ഒരു വീഡിയോ കണ്ടതാണ്. അപ്പോൾ അതിൽ കണ്ടപ്പോഴേക്ക് ഏകദേശം ഇൻഗ്രീഡിയൻസൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്തായാലും കേശുവിനെ എപ്പോഴും പറയാറുള്ളത് പോലെ അവരുടെ സ്കൂളിൽ നോൺ വെജ് ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിട്ടാലേ പറ്റുള്ളൂ. അങ്ങനെയാണ് കേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട KFCയെ വെച്ച് തന്നെ ഇന്ന് കളിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കാണാനായിട്ട് ഏകദേശം അതുപോലെയൊക്കെ വന്നു. അപ്പോൾ പൊട്ടറ്റോ KFC എന്നാണ് ഞാൻ കേശുവിനോട് പറഞ്ഞത്. അങ്ങനെ അതിനെ ഇനി സ്നാക്സ് ബോക്സിലോട്ട് ആക്കിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ കൊടുത്താൽ കേശുവിന് സന്തോഷം. ഇവിടെ നമ്മുടെ വീട്ടിൽ നമ്മൾ സ്നാക്സ് അപ്പം കൊടുക്കുന്ന സമയത്ത് കേശു ഭയങ്കര ഇഷ്ടത്തോടെ അപ്പം കഴിക്കും.
പക്ഷേ വേറൊരു കാര്യമുള്ളത് നമ്മൾ വീട്ടിൽ കൊടുക്കുന്നത് മുട്ടയപ്പമാണ്. സ്കൂളിൽ കൊണ്ടുപോയാൽ അപ്പം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്നാണ് ടീച്ചർ പറയണത്. ഞാൻ വിചാരിക്കും അയ്യോ കേശുവിന് ഭയങ്കര ഇഷ്ടമായിട്ട് പെട്ടെന്ന് അപ്പമൊക്കെ കഴിച്ചോളൂ എന്ന്. പക്ഷേ ടീച്ചർ എന്നും പറയും ഇനി അപ്പം കൊടുത്തു വിട്ടാൽ അമ്മയ്ക്ക് അടി കിട്ടുമെന്നാണ് ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് ഞാനിപ്പം സ്കൂളിൽ മാക്സിമം അപ്പം കൊടുത്ത് വിടാറില്ല. അല്ലാതെ വീട്ടിൽ വെച്ച് മുട്ടയൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ മോനത് ഭയങ്കര ഇഷ്ടത്തോടു കൂടി അങ്ങ് കഴിച്ചോളും. അങ്ങനെ ഞാൻ ആ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അമ്മ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ ഒന്ന് ഓടി ഓടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള സമയത്ത് പ്രത്യേകിച്ച് ഞാൻ ഈ കാര്യങ്ങൾ ഇതൊന്നും അമ്മയ്ക്ക് അറിയില്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോണത്. കേശുവിൻ്റെ സ്നാക്സിൻ്റെ കാര്യങ്ങളാണ്. അപ്പോഴമ്മയും കൂടെ അവിടെ വന്ന് നിന്നാലും എനിക്കെന്തോ പെട്ടെന്ന് അതങ്ങ് ചെയ്ത് തീർക്കാനായിട്ട് പറ്റൂല. അത് അമ്മയ്ക്കും അറിയാം. അതുകൊണ്ട് അമ്മ അവിടെ ചായയൊക്കെ കുടിച്ച് അമ്മ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാമല്ലോ. അപ്പോഴേക്കാണ് അമ്മയും പിന്നെ അങ്ങ് ചെയ്യണത്. അപ്പോൾ അതൊന്ന് ഒതുങ്ങി കിട്ടി. ഇനി ഉച്ചയ്ക്ക് എന്ത് കൊടുത്ത് വിടുമെന്ന് ആദ്യം ആലോചിച്ച്. ഇന്നലെ വേറെ ഒന്നും നമ്മളിപ്പോൾ ഇഡ്ഡലിയും സാമ്പാറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദോശയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇടിയപ്പം ആണെങ്കിലും കേശുവിന് ഉച്ചത്തേക്ക് ഇപ്പോൾ അത് കൊടുത്തു വിടാം. അപ്പോൾ ഇന്ന് പുട്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ മോന് കൊടുത്തു വിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ച് കേശുവിൻ്റെ പഴയ ബിരിയാണി തന്നെ ഇന്നും ആക്കാം. അങ്ങനെ ടൊമാറ്റോ റൈസാണ് ഇന്ന് റെഡിയാക്കിയത്. ഇപ്പം കഴിക്കും. എന്നാലും പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആകെപ്പാടെ 3 മാസം ആയതേ ഉള്ളൂ സ്കൂൾ തുറന്നിട്ട്. എന്നാലും തുറന്ന സമയത്തൊക്കെ എല്ലാ ദിവസവും അമ്മ എനിക്കിന്ന് ബിരിയാണി മതി എന്നായിരിക്കും. അന്നത്തെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഞാൻ എന്തെല്ലാം വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്ന് അറിയാമോ. കേശു ഇപ്പം മടുത്ത് അധികമായ അമൃതം വിഷമെന്ന് പറയണത് പോലെ കേശുവിന് ഇപ്പം അതൊന്നും വേണ്ട. ബിരിയാണി എന്ന് കേൾക്കണതേ കേശുവിന് വേണ്ട. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കിയത് കൊടുത്തു വിടാനായിട്ട്. അങ്ങനെ കേശുവിനെ ഞാൻ വിളിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേശു അവൻ്റെ അച്ഛനെ സോപ്പിട്ട് അവൻ്റെ അച്ഛൻ്റെ ചേർന്ന് പറ്റിയൊക്കെ അങ്ങ് കിടക്കും. ശോഭയിൽ വന്നിരുന്നാലും അച്ഛനെ ചേർന്ന് അങ്ങ് കിടക്കും. അച്ഛനും പിന്നെ മോനെ എണീരെന്ന് പറയാൻ ഒരു മടി പോലെയാണ് ആൾക്കും. അപ്പം ഞാൻ അതുകൊണ്ട് ഇവിടെ കിടന്ന് എനിക്കിവിടെ കൈയും കാലും കൊണ്ടൊക്കെ ഇവിടെ ജോലി നടക്കണുണ്ടെങ്കിലും എൻ്റെ വായ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കേശുവേ പോയി പല്ലുതേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. ഞാൻ അങ്ങോട്ട് ചെന്നാൽ മാത്രമേ കേശു ഇതൊക്കെ ചെയ്യുള്ളൂ. ചേട്ടൻ ഇത്രയും ദേഷ്യപ്പെട്ടെന്ന് പറയില്ലല്ലോ. അങ്ങനെ അവിടുത്തെ ഒരു മേളം കഴിഞ്ഞ് ഇനി ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ചാൽ മതി. കേശുവിന് ഭയങ്കര കോളമാറ്റം എന്ന് വെച്ചാൽ കേശു കുറേ ദിവസത്തിന് ശേഷമാണ് അന്ന് സ്കൂളിൽ പോകുന്നത്. ശനിയാഴ്ച അവധി, ഞായറാഴ്ച അവധി, തിങ്കളാഴ്ച ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നു അന്ന് അവധി, ചൊവ്വാഴ്ച നല്ല ചുമയും കാര്യങ്ങളും ആയതുകൊണ്ട് പിന്നെ ചൊവ്വാഴ്ച സ്കൂളിൽ വിടാത്തതിൻ്റെ വേറൊരു കാരണം ചുമയും കാര്യവും എല്ലാം ഉണ്ട്. അതുമല്ല ബുധനാഴ്ച വീണ്ടും അവധിയല്ലേ. അപ്പോൾ ഒരു ദിവസം കൂടെ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ച് നല്ല ചുമയായിരുന്നു. അപ്പോൾ ഇത്രയും ദിവസത്തെ അവധി ആയതുകൊണ്ട് ഭയങ്കര മടിയായിരുന്നു. 6 ദിവസത്തോളം കേശു പോയില്ലല്ലോ, 5-6 ദിവസം പോയില്ലല്ലോ. അങ്ങനെ നമ്മൾ അങ്ങനെ ആനയാണ്, ചേനയാണ്, കൂനയാണ്, ഇന്ന് അവിടെ സ്പോർട്സ് ഉണ്ട്, ഇന്ന് ജമ്പിങ് ആണ്, റണ്ണിങ് ആണ് എന്നൊക്കെ പറഞ്ഞാണ് കേശുവിനെ ഒരു വിധം ഒരുക്കണത്. എൻ്റെ ഇസ്ത്രീയുടെ കോലം കണ്ടില്ലേ. അപ്പോൾ ഈ രീതിയിലുള്ള ഇസ്തിരി ഞാൻ എങ്ങനെയാണ് റെഡിയാക്കി എടുത്തതെന്നുള്ളതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. മിക്കവാറും നിങ്ങളതിപ്പോൾ കണ്ടു കാണുമായിരിക്കും. അപ്പോൾ ഇനി കേശുവിൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് തേച്ചെടുക്കണം. അതാണ് അടുത്ത പരിപാടി. ഇന്നിപ്പോൾ ഞാനും കുറച്ച് ലേറ്റായി. എല്ലാം ചെയ്തത് വന്നപ്പോഴേക്ക് കുറച്ച് സമയമെടുത്ത്. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നും ഞാൻ പെട്ടെന്ന് എൻ്റെ ജോലികളൊക്കെ തീർത്ത് ഞാൻ പെട്ടെന്ന് ഇറങ്ങിയാൽ മാത്രമേ കേശുവിൻ്റെ അച്ഛന് പെട്ടെന്ന് ഇറങ്ങുള്ളൂ. ഞാനൊരല്പം താമസിച്ചാൽ ഇവർ രണ്ടുപേരും ഇവരുടെ കാര്യങ്ങളും എല്ലാം താമസിക്കും. അപ്പോൾ ഇനി എനിക്ക് അവിടെ ഒന്നിങ്ങനെ സമാധാനമായിട്ട് നിൽക്കാനൊന്നും പറ്റില്ല. പിന്നെ കണ്ടില്ലേ, ഡോളയോ പാരസെറ്റമോളോ ഉണ്ടെങ്കിൽ നമുക്ക് ഇസ്തിരിയെ നല്ല സൂപ്പറാക്കി എടുക്കാം. അപ്പം ഞാനൊന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാനൊരു വീഡിയോ കണ്ടതാണ് ഇങ്ങനെ ചെയ്താൽ അത് സൂപ്പറായിട്ട് വരുമെന്ന്. അപ്പോൾ സമയമില്ലാത്ത സമയത്ത് ഞാൻ കുറച്ചൊന്നിങ്ങനെ ഉരച്ച് നോക്കിയപ്പോൾ തന്നെ അത് നന്നായിട്ട് ഇളവണുണ്ട്. അപ്പോൾ കേശുവിനെ ഇനി സ്കൂളിലേക്ക് വിട്ടിട്ട് വന്നതിന് ശേഷം ഇസ്തിരി ഫുള്ള് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിയപ്പോഴും നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ കേശുവിനെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് ഞാൻ ബാക്കിൽ കയറി. അങ്ങനെ ഞങ്ങൾ നല്ല മഴയത്ത് സ്കൂളിലോട്ട് പോവുകയാണ്. കേശു ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്കിന്ന് ടീച്ചറെ കാണണം, ഞങ്ങൾ പോയി ടീച്ചറെ കണ്ടിട്ട് മോനെ എങ്കിൽ തിരിച്ച് വിളിച്ചുകൊണ്ട് വരാമെന്ന്. ആ ഒരു രീതിയിലൊക്കെയാണ് ഇരിക്കണത്. എന്നാലും സ്കൂളെത്തുന്നത് വരെ ഉള്ളൂ. സ്കൂളെത്തി കഴിഞ്ഞാൽ അങ്ങ് പൊയ്ക്കോളും, പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ തിരിച്ച് വിളിക്കാനായിട്ട് ചെല്ലുമ്പോൾ മിടുക്കനായിട്ട് ആൾ വരണത് കാണാം. അങ്ങനെ മോനെ കൊണ്ട് സ്കൂളിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് കടയിലോട്ട് പോവുകയാണ്.
ഇനി എനിക്ക് ചന്തയിലും പോകണം. അപ്പോൾ ഞാൻ ചന്തയിലെ വീഡിയോ അതേപോലെ അങ്ങ് ഇടാം. കാരണം നിങ്ങൾ പറയാറുണ്ടല്ലോ അത് കാണാനായിട്ട് ഇഷ്ടമാണെന്ന്. ഫോണിലൊക്കെ കിടക്കണമെന്ന് കൂട്ടുകാർ വിളിച്ചോണ്ട് പറയുന്നത്, എന്റെ ഫോണിലൊക്കെ കിടക്കുന്നത് എന്റെ കയ്യിലില്ല, മറ്റവരൊക്കെ എന്റെ കൂട്ടുകാർ പറയുന്നത് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ചേച്ചി ഇപ്പോൾ ഫേമസ് ആണ് കേട്ടോ. അവര് പറയുന്നത് ഇനി നീ കണ്ടില്ലേ, എന്റെ കൂട്ടുകാർ വിളിച്ചോണ്ട് നീ കണ്ടില്ലേ നിന്റെ ഒരു മോള് മീൻ വാങ്ങിക്കുന്ന മോള് ആവൂലിയൊക്കെ എടുത്ത് കാണും. ആവൂലി എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കത്തി കണ്ണാൽ കാസേരാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി 100 അച്ചിരട്ടെ നല്ല മീൻ ഒരെണ്ണം മതി ചേച്ചി. പച്ച മീൻ ഇതുകൂടെ 100 ഇത് മാത്രം കൊണ്ടുപോ, വിലയുണ്ടല്ലോ 2 കൊണ്ടുപോ. ഇല്ല ഇന്നൊന്നടി നാളെ ഒന്ന് വേണ്ട ഒരു ദിവസം നാളെ വരാം. ഒരെണ്ണം മതി. വേണ്ട വെക്കണ്ട, വേറെ ഒന്നും വേണ്ട ചേച്ചി വേണ്ട. ഇതിൽ കൂടെ ഉയരളം ഓ അത് നിങ്ങളടുത്ത് തന്നെ വരണത്. 150 രൂപ 100 രൂപ മതി ചേച്ചി. 100 പൈസ മതി. പിന്നെ ആളില്ലല്ലേ. നോക്കണം 10 രൂപ കുറവേ ഉണ്ടോ? മരിച്ചിന് താമോ അന്ന് നിങ്ങളെ മരിച്ചിരിക്കുന്ന കാണാതെ ഞാൻ പിന്നെ അപ്പുറത്താണ് മരിച്ചിന് ഞാൻ കണ്ടില്ല. തന്നത് കൊള്ളായിരുന്നു. അവിടെ മരിച്ചിന് തന്നെയല്ലേ 1 കിലോ ഒന്ന് മതിയാക്കാം. കൊള്ളാം. നമ്മൾ 2 രണ്ടെണ്ണം എടുക്കാം. എത്ര? 60 കേട്ടാ. എനിക്ക് അത്ര വേണ്ട, അത്ര തീരുമില്ല. നിങ്ങളെങ്കിൽ ഈ ഒരെണ്ണം എടുത്ത് വെച്ചാലും മതി. മതി അമ്മ മതി. ബീട്രൂട്ടൊക്കെ കിടക്കണം. മതി മരിച്ചിന് മതി. ബിരിയാണിക്ക് എത്ര രൂപ? എത്ര രൂപ ബിരിയാണിക്ക്? 10 രൂപ. 5 രൂപ. മുറ്റിയതൊന്നും അല്ലല്ലോ, എനിക്കത് നോക്കി എടുക്കാനായിട്ട് അറിഞ്ഞൂടാ. അല്ല ഒരെണ്ണം മതി അമ്മ. തക്കാളി വേണം? വേണ്ട, തക്കാളി ഉണ്ട്. എത്ര? 60. ചില്ലറയില്ല തക്കാളി 50 10 രൂപ കാണും. ഇല്ലെങ്കിൽ മക്കള് പോകാൻ അടുത്തില്ല. ഇല്ല ഉണ്ട്. വരുമ്പം തന്നാ മതിയല്ല, മക്കള് വേറെ ആരുമല്ല. ഇതാ ചെറുതാമ്മ, വലുതില്ലേ അമ്മ? ഇത് നാരങ്ങ തീർന്നല്ലേ? ഇതേ ഉള്ളു. 30 രൂപയ്ക്കാണ്. 15 രൂപയല്ലേ? ചെത്തി കളഞ്ഞിട്ടേ ഇടാം. പൊരി ചെത്തിയിട്ടേ ഇടാം, അല്ലെങ്കിൽ തയ്ക്കും. പുളി ചേർക്കണേ. പുളിയാ എണ്ണയും തോന്നാ. അപ്പൊ പിന്നെ നിങ്ങൾ അത് കൊടുത്താ ഇനി അതൊന്നും അത് നല്ലത് തന്നെയല്ലേ? ഓ ഇത് അങ്ങനെ ചന്തയിലൊക്കെ പോയിട്ട് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ കേശുവിനൊക്കെ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ അങ്ങ് തോർന്നായിരുന്നു. ഇനി നമ്മൾ വീട്ടിൽ ചെന്നിട്ട് വേണം പുട്ടൊക്കെ കഴിക്കാനായിട്ട്. ഞാനിങ്ങനെ മാവ് വറുത്ത് വെച്ചിട്ട് കേശുവിനെയും കൊണ്ട് സ്കൂളിൽ പോയല്ലോ. വന്നപ്പോഴേക്കും അമ്മ പുട്ട് അവിച്ച് ഉരുളക്കിഴങ്ങ് കറിയും വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി പുട്ടൊക്കെ കഴിക്കണം. നല്ല വിശപ്പായിരുന്നു. 10 മണി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കൽ കുറവാണ് കേട്ടോ. മിക്കവാറും ഇതേപോലെ ഈ സെറ്റിയിൽ വന്നിരുന്ന് ടി വി ഒക്കെ കണ്ടാണ് കഴിക്കാറ്. അപ്പോൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കണേക്കാളും സുഖമാണ് സെറ്റിയിൽ. ഞാനും മിക്കവാറും സെറ്റിയിലിരുന്ന് തന്നെയാണ് കഴിക്കണത്. പിന്നെ വീഡിയോ എടുക്കുമ്പോഴല്ല എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡൈനിങ് ടേബിളിൽ ഇരിക്കാറ്. അമ്മയും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ സെറ്റിയിലിരുന്ന് കാര്യങ്ങളൊക്കെ കണ്ട് വീഡിയോ ഒക്കെ കണ്ട് മിക്കവാറും ആ സമയത്താണ് യൂട്യൂബൊക്കെ ഇട്ട് വീഡിയോസൊക്കെ ഞാനിരുന്ന് കാണുന്നത്. അല്ലാതെ എനിക്ക്
കാണാനായിട്ട് എനിക്ക് സമയം കിട്ടൂല. കിട്ടുന്ന സമയത്തെല്ലാം എഡിറ്റിങ്ങും കാര്യങ്ങളും നടക്കുകയല്ലേ, അല്ലാതെ ഇതിനായിട്ടൊരു സമയം കണ്ടെത്താനുള്ള സമയം എനിക്കില്ല. അങ്ങനെ അപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലുണ്ടെന്നോ ഇങ്ങനെ ആ ചേച്ചിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടെന്നോ ഒന്നും ചേച്ചി അറിഞ്ഞിട്ടില്ല. അപ്പോൾ ചേച്ചിയുടെ ഒരു കൂട്ടുകാരി വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഞാൻ ആ ചേച്ചിയുടെ വീഡിയോ കണ്ടെന്നും അപ്പോൾ ഇങ്ങനെ ആവോലി മീൻ വാങ്ങിച്ച കാര്യം പറഞ്ഞപ്പോഴാണ് മനസ്സിലായെന്നും. അപ്പോൾ ഗ്ലാസ് കടയിലെ കൊച്ചായിരിക്കും, അങ്ങനെയാണ് ഞാനായിരിക്കും ആ വീഡിയോ ഇട്ടതെന്ന് പോലും ചേച്ചി അറിയണത്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പുള്ളിക്കാരിക്ക്, ഭയങ്കര സന്തോഷമായിരുന്നു. വലിയ സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞത്, എനിക്കിതാ ഈ ഒരു മീൻ ആ ചേച്ചി വെറുതെ തന്നതാണ്. ഒരു മീൻ 150 രൂപ പറഞ്ഞ മീനാണ്, പിന്നെ 2 എണ്ണം എനിക്കിങ്ങ് എടുത്ത് തന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് ഇരട്ടി സന്തോഷമാണ്. പിന്നെ കുറേയൊന്നും ഞാൻ അതിൽ വീഡിയോ എടുത്തില്ല, കാരണം നമ്മൾ ചന്തയിലല്ലേ, അപ്പോൾ കുറച്ച് പരിമിതികളുണ്ട്. ചന്തയിൽ ഇപ്പോൾ ആൾക്കാരൊന്നും കൂടാത്ത കാരണം 10 മണി കഴിഞ്ഞ് ചന്ത നല്ലതുപോലെ കൂടുള്ളൂ. ഞാൻ എപ്പോഴും പോണത് 9:30 കഴിയുമ്പോഴാണ് പോണത്. അപ്പോൾ ആൾ കൂടുന്നുമ്പാണ് ഞാൻ ചന്തയിൽ പോണത്. അപ്പോൾ ഈ 2 മീൻ അമ്മ അവിടെ ഇരുന്ന് അറുത്ത് കഴുകി വയ്ക്കുകയാണ്. ഒരു മീൻ ഇന്ന് വെച്ചിട്ട് ഒരു മീൻ നാളെ വെക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുറച്ച് ദിവസമായി വീട്ടിൽ മീനൊക്കെ വാങ്ങിച്ചിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ വീട്ടിൽ അങ്ങനെ നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും ഇപ്പോൾ ചമ്മന്തിയും അല്ലെങ്കിൽ മുട്ടയും ചമ്മന്തിയും അല്ലെങ്കിൽ അമ്മ ഇടയ്ക്ക് തീയലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടില്ലേ ഗണപതി നാരങ്ങ. അപ്പോൾ ഇതെനിക്ക് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ചേച്ചി കൊണ്ടുവരുമായിരുന്നു. ആ ചേച്ചിയുടെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ ഈ ഗണപതി നാരങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ജോലിക്ക് പോയിട്ട് വരുമ്പോഴേക്കും ആ ചേച്ചി കൊണ്ടുവരും. പക്ഷേ ഇപ്പോൾ അവരുടെ വീട്ടിൽ മരം മുറിച്ചതുകൊണ്ട് കുറേ നാളെ ഈ ഗണപതി നാരങ്ങ കിട്ടിയിട്ട്, അപ്പോൾ ഇന്ന് ചന്തയിൽ കണ്ടപ്പോഴും ഞാൻ പിന്നെ അതും കൂടെ അങ്ങ് വാങ്ങിച്ച്. അപ്പോൾ ഇനി മരിച്ചിനി വെക്കണം, ഗണപതി നാരങ്ങ അച്ചാറിടണം. അപ്പോൾ ഇന്ന് ഇതൊക്കെ ഉള്ളൂ, വേറെ ഇനി അധികം മലക്കറി കൂട്ടാനൊന്നും വെക്കണില്ല. അപ്പോൾ ഇത്രയും ഒതുക്കാമെന്ന് വിചാരിച്ച് അമ്മ ഇനിയിപ്പോൾ ആ 2 മീനും കട്ട് ചെയ്ത് വരുമ്പോഴേക്ക് കുറച്ചധികം സമയം എടുക്കും. അപ്പോഴേക്കും മരിച്ചിന് കട്ട് ചെയ്ത് അടുപ്പത്താക്കി അതുപോലെ തന്നെ നാരങ്ങ അച്ചാറുമൊക്കെ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുള്ളതേ, ഇപ്പോൾ ഇതുപോലുള്ള ഇൻസിഡൻസൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചെല്ലുമ്പോഴേക്കും നമ്മളെ തിരിച്ചറിഞ്ഞ ആൾക്കാർ സംസാരിക്കേണ്ടതും അവരൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര സ്നേഹത്തോടെയും ഭയങ്കര അവരുടെ ആരൊക്കെ പോലെയാണ് ഓടി വന്ന് സംസാരിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് അവരെ അറിഞ്ഞുകൂടല്ലോ, അതുകൊണ്ടാണ് ആദ്യമൊന്നും ഒന്നും മിണ്ടാതെ പെട്ടെന്ന് എന്ത് പറയണമെന്ന് പോലും എന്ത് ചോദിക്കണമെന്ന് പോലും അറിഞ്ഞുകൂടാതെ ചിലപ്പോൾ അങ്ങ് നിന്നു പോവും. പിന്നെ ഒരുപാട് ആൾക്കാരിങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. എന്തെങ്കിലും ഞാൻ പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർ അതിൽ ആ ഒരു കമൻറ്റ് സെക്ഷനിൽ വന്ന് എല്ലാവരും കാണുന്ന രീതിയിലല്ലാണ്ട് ചില കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ അവർ പേഴ്സണലായിട്ട് വന്ന് മെസ്സേജ് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കും, അവരുടെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മളൊന്നും അല്ലാതെ കിടന്ന് നമ്മൾ കുറേ പേരിങ്ങനെ അംഗീകരിക്കണുണ്ടല്ലോ, അവരിങ്ങനെ അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആരൊക്കെയോ പോലെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായി, റിസൾട്ട് കിട്ടിയോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചും കുറേ മെസ്സഞ്ചറിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ പേഴ്സണലായിട്ടുള്ള മെസ്സേജുകൾ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ, കാരണം ഈ ആൾക്കാർക്ക് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരായിരിക്കും, ഒരുപാട് ബിസി ലൈഫായിരിക്കും അവരുടേത്, ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ട്. അതിനിടയിൽ ഒരു കുറച്ച് സമയമെങ്കിലും അവർ നമ്മളെപ്പറ്റി ചിന്തിക്കണുണ്ടല്ലോ, അതുകൊണ്ടല്ലേ റിസൾട്ട് എന്തായി എന്നൊക്കെ ചോദിക്കണത്. അപ്പോൾ അതൊക്കെ തന്നെ വലിയ സന്തോഷമാണ് കേട്ടോ. വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട്. നമ്മൾ പറയണ വാക്കുകൾ കേൾക്കാൻ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ എന്നൊക്കെ തോന്നി. എനിക്കറിയില്ല അതൊക്കെ എങ്ങനെ പറഞ്ഞു തരണമെന്ന്. പിന്നെ എന്തെങ്കിലുമൊക്കെ റെസിപ്പികളൊക്കെ ഇടുമ്പോഴേക്കും അത് ട്രൈ ചെയ്ത് നോക്കി അത് കൊള്ളായിരുന്നു, അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ശരിയാക്കാമായിരുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, നാട്ടിൽ വരുമ്പോൾ കാണാം, എനിക്ക് ഒന്ന് കാണണം, ചേച്ചി ഒന്ന് കാണണമെന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ കാണണമെന്ന് പറയണവരൊക്കെ ഞാൻ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ വന്നാൽ മതി, അല്ലെങ്കിൽ നമുക്ക് കടയുണ്ട് കൊളത്തൂർ, നമുക്ക് ഒപ്റ്റിക്കൽ ഷോപ്പുണ്ട്, അവിടെ വന്നാലും നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ പറയണത് ഭയങ്കര സന്തോഷമാണ്. യൂട്യൂബ് ചാനൽ കൊണ്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യങ്ങൾ നേടിയത്. അപ്പോൾ മരിച്ചിനി കട്ട് ചെയ്തത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിനി തിളച്ച് വേവണം. കുറച്ച് മരിച്ചിനി വെക്കണുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ആ 1 കിലോ മരിച്ചിനിയുടെ പകുതിയേ വെച്ചോളൂ, ഉച്ചയ്ക്ക് മാത്രമേ ഇവിടെ കഴിക്കുകയുള്ളൂ, രാത്രി എന്നും മരിച്ചിനി എടുക്കില്ല. അപ്പോൾ ചുമ്മാ വെച്ച് കളയണ്ടെന്ന് വെച്ചിട്ടാണ്. മീനിൻ്റെ കാര്യമായാലും അങ്ങനെയാണ്, ചിലപ്പോൾ
ഭയങ്കര മീൻ ഇങ്ങനെ നമ്മൾ മീനിൻ്റെ ചാകര കാണുമ്പോൾ കുറേ വാങ്ങിക്കുമെന്നല്ലാണ്ട് അധികമൊന്നും ഇങ്ങനെ വാങ്ങിച്ച് വെക്കാറില്ല. നമ്മൾ ആവശ്യത്തിന് മാത്രം, നമുക്ക് അടുത്ത ദിവസം പോയാലും മീൻ കിട്ടുമല്ലോ, അങ്ങനെ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ ഇതാ ഒരു മുരിങ്ങയ്ക്ക വാങ്ങിച്ചത് മീനിലിടാൻ വേണ്ടിയാണ് വാങ്ങിച്ചത്. ഒരു മുരിങ്ങയ്ക്ക ഇവിടെ കിടക്കണുണ്ട്. അപ്പോൾ പിന്നെ കുറച്ചധികം മുരിങ്ങയ്ക്ക വാങ്ങിച്ചിട്ടും കാര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ച അമ്മ മീൻ കട്ട് ചെയ്ത് വരുന്ന സമയം കൊണ്ട് മുരിങ്ങയ്ക്കൊക്കെ കട്ട് ചെയ്ത് വെച്ച് വഴുതനങ്ങ എടുത്ത് വെച്ചിരിക്കുന്നത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്നും പറഞ്ഞാണ്. പക്ഷേ പിന്നെയാണ് ഓർമ്മ വന്നത് മരിച്ചിനിന്ന് സവാള തീർന്നിരിക്കുകയായിരുന്നു, സവാള വാങ്ങിച്ചില്ല. അപ്പോൾ പിന്നെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടായിട്ട് കാര്യമില്ല, വേറെ ഒന്നുമില്ല, സവാള ഇല്ലാണ്ട് ഒന്നും നടക്കില്ലല്ലോ. അങ്ങനെ അതിനെ എടുത്ത് മെഴുക്ക് പുരട്ടാന്നും പറഞ്ഞ് വെച്ചിട്ട് അതിനെ നേരെ എടുത്ത് അങ്ങ് ഫ്രിഡ്ജിലാക്കി. ഇനി മരിച്ചിനി ഞാൻ പറഞ്ഞില്ല അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇനി ഗണപതി നാരങ്ങ അച്ചാറിടാമെന്ന് വിചാരിക്കുകയാണ്. ആദ്യം നമ്മൾ ഗണപതി നാരങ്ങ അച്ചാറിടുമ്പോൾ എന്തെന്ന് അറിയുമോ, അത് ചെത്തി കളഞ്ഞ് അതിൻ്റെ അവസാനം അതിൻ്റെ ആ ഒരു നാരങ്ങയുടെ പോഷൻ കാണുന്നത് വരെയുള്ള അതിൻ്റെ തൊലി ചെത്തിക്കളയും. അതിന് ശേഷമായിരുന്നു അച്ചാറിടുന്നത്. പിന്നെയാണ് ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് അങ്ങനെ വേണ്ട, അതിൻ്റെ ആ ഒരു കരിമ്പച്ച കളറിലുള്ള ആ ഒരു പുറമേ ഉള്ള ആ ഒരു തോലുണ്ടല്ലോ, അത് മാത്രം ചെത്തി കളഞ്ഞിട്ട് അച്ചാറിടാം. അപ്പോഴും ഒരുപാട് വരെയും ചെയ്യും. മറ്റേത് ആ ചേച്ചി കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഫുള്ള് ചെത്തി കളഞ്ഞിട്ടിടുമ്പോൾ ഒത്തിരി അച്ചാറേ വരുവുള്ളായിരുന്നു. പിന്നെ അല്ലേ ടെക്നിക്ക് പിടികിട്ടിയത്. ഇതിപ്പോൾ ഒരുപാട് വരും, ഒരു 3 നാരങ്ങയോളം ഉണ്ട്. പക്ഷെ വേറൊരു കാര്യമുള്ളതേ, ഇത് നല്ല വിളഞ്ഞ നാരങ്ങ അല്ലായിരുന്നു, കുറച്ച് പിഞ്ചാണ്. അവർ പറഞ്ഞായിരുന്നു അവരെ വീട്ടിലെ മരം മുറിച്ചെന്ന്. അപ്പോഴാണ് ആ മരം മുറിച്ചതിൽ ആ തീരെ ചെറുതും തീരെ പിഞ്ചുമൊക്കെ ഉണ്ടായിരുന്നതെല്ലാം കൂടെ ആയിരുന്നു തോന്നുന്നു അവർ വെച്ചിരുന്നത്. അപ്പോൾ കട്ട് ചെയ്തപ്പോഴേക്കും എനിക്ക് പണി പാളിയതുപോലെ തോന്നിയായിരുന്നു. പക്ഷേ അച്ചാറിട്ടിട്ട് കയ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിക്കണേ എന്നൊക്കെ. അതുപോലെയൊക്കെ വെച്ചിട്ട് ഒരു ശകലം പോലും കയ്പില്ല. അപ്പം എനിക്ക് നല്ല ടെൻഷനായിരുന്നു കട്ട് ചെയ്ത സമയത്ത് ഇത് ഫുള്ള് കയ്പായിരിക്കുമെന്ന്. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തിട്ട് ഇനി വേസ്റ്റ് മാറ്റിയില്ല, രാവിലെ വേസ്റ്റൊന്നും മാറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇനി അതിനെ മാറ്റിയിട്ട് വേറെ പുതിയ കവർ വെക്കണം വേസ്റ്റ് ഇടാനായിട്ട്. അമ്മ അവിടെ മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കണതേ ഉള്ളൂ. മഴ എന്തായാലും തോർന്ന് കേട്ടോ. രാവിലെ തന്നെ മിക്കവാറും കേശുവിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ സമയത്ത് മാത്രമായിരിക്കും മഴ. സ്കൂളിൽ പോയി കഴിയുമ്പോഴേക്കും മഴയും അങ്ങ് തോരും. അങ്ങനെ ഇനി എന്താ പറയുക, അങ്ങനെ അമ്മ അത് കട്ട് ചെയ്തൊക്കെ എടുത്ത് ഇനി മീനൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. ഇതാ കവറ് മാറ്റി വെക്കണം, അതൊക്കെയാണ് അടുത്ത പരിപാടി. പിന്നെ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഒക്കെ നേരത്തെ നമ്മൾ ഓണത്തിനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നാരങ്ങയും മാങ്ങയും ഒക്കെ നമ്മൾ ഇട്ട് വെക്കുന്ന സമയത്ത് അതിങ്ങനെ പൂപ്പലൊന്നും അടിക്കാണ്ട് വർഷങ്ങളോളം അതിന് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും അതിൽ പാടില്ല. വെള്ള നനവില്ല എന്നുണ്ടെങ്കിൽ അതിൽ പൂപ്പൽ വരേയില്ല, നമുക്ക് വരാതെ തന്നെ ഇരുന്നോളും. അപ്പോൾ ഈ അച്ചാറ് പൂത്തു പോകാനായിട്ട് കാരണം അതിലെ വെള്ള നനവാണ്. എനിക്കത് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ ഞാനിന്നിതാ നമ്മുടെ ഗണപതി നാരങ്ങ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിനെ കട്ട് ചെയ്ത് അതിനെയും കൂടെ അച്ചാറാക്കി മീനും വെച്ച് മരിച്ചിനെയും വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തേക്കുള്ള ഉച്ചയൂണിനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ആയിക്കഴിഞ്ഞ്. പിന്നെ ഇത് ഗണപതി നാരങ്ങയാണെന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ഇതിൻ്റെ പേരറിഞ്ഞൂടായിരുന്നു. അപ്പുറത്തെ ചേച്ചി കൊണ്ടുവരുന്ന സമയത്ത് ആ ചേച്ചിക്കും ഇതിൻ്റെ പേരറിഞ്ഞൂടായിരുന്നു. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഷോർട്സ് ഇട്ട സമയത്താണ് ഇതിൻ്റെ പേര് ഗണപതി നാരങ്ങയാണെന്ന് എനിക്കൊരാൾ പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ അന്ന് നമ്മൾ അച്ചാറിടുന്ന വീഡിയോ കാണിച്ച സമയത്തെ നാരങ്ങ അച്ചാറിടുന്ന വീഡിയോ കാണിച്ച സമയത്ത് ഞാനിങ്ങനെ മാതള നാരങ്ങ എന്ന് പറഞ്ഞപ്പോഴേക്ക് ആരോ കമൻറ്റ് ചെയ്തായിരുന്നു മാതള നാരങ്ങയല്ല വടുകം പുളിയെന്നോ അങ്ങനെ എന്തോ, നമുക്കറിയില്ല. നമ്മൾ അതിനെയാണ് മാതള നാരങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മാതള നാരങ്ങ വേറെ ഉണ്ടോയെന്നും അറിയില്ല. ഇപ്പോഴാണിത് ഈ ഒരു ഷേപ്പ് നാരങ്ങ തന്നെ നമ്മൾ ഈ ഇടയ്ക്കാണ് കണ്ടു തുടങ്ങിയത്. നമുക്ക് അറിഞ്ഞുകൂടാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലോ, എല്ലാത്തിലും ഒരുപാട് വെറൈറ്റികളുണ്ട്. അപ്പോൾ നാരങ്ങ അച്ചാർ മൺചട്ടിയിലാണ് വെക്കാനായിട്ട് പോണത്. ഈ നാരങ്ങ അച്ചാറും അതുപോലെ തന്നെ പുളിഞ്ചിക്കയാണ് ഏറ്റവും പ്രശ്നക്കാരൻ. അതൊക്കെ മൺചട്ടിയിലോ അല്ലെങ്കിൽ വേറെ ഇപ്പം നമ്മൾ ഇത് സാധാരണ ചീനച്ചട്ടിയിൽ വെച്ചാലും അപ്പോഴും തന്നെ അതങ്ങ് മാറ്റും. നാരങ്ങയ്ക്ക് ഈ പറയുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, പക്ഷെ മൺചട്ടിയിൽ വെക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു നല്ലത്. പിന്നെ ഇവിടുത്തെ അമ്മ പറയാറുണ്ട് മാതള നാരങ്ങയ്ക്ക് കുറച്ച് കയ്പ്പെന്ന് തോന്നിയാൽ അതിലൊരു സവോളയും കൂടെ കട്ട് ചെയ്തിട്ട് വെച്ചാൽ പ്രശ്നമില്ലെന്ന്. മുന്നേ അമ്മ അങ്ങനെയാണ് വെക്കാറ്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ സവോള തീർന്നിരിക്കുകയാണ്, അടുത്ത കടയുണ്ട്, പോയി വാങ്ങിക്കാനുള്ള മടി കാരണമാണ് ഞാൻ പിന്നെ വേണ്ട ചേട്ടൻ വന്നിട്ട് വാങ്ങിക്കാം എന്ന് വിചാരിച്ചത്. പിന്നെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ സവോള വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് വാങ്ങണ്ടേ, മറ്റേതാകുമ്പോൾ പുള്ളിക്കാരൻ വാങ്ങിക്കൊണ്ട് വരുമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് അതിൻ്റെ പിന്നിൽ. അപ്പോൾ കുറച്ച് സമയം സവോള ഇല്ലാണ്ട് അതിനങ്ങനെയുള്ള കറികൾ വെച്ചാൽ വൈകുന്നേരം പുള്ളിക്കാരൻ വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വരും. അപ്പോൾ
ആ സമയം കൊണ്ട് മരിച്ചിന് വെന്ത് കിട്ടിയായിരുന്നു. മരിച്ചിൻ്റെ ആദ്യത്തെ വെള്ളമൊക്കെ വാർത്ത് എന്തോന്ന് അതിനെയൊക്കെ കളഞ്ഞിട്ട് വീണ്ടും ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല മരിച്ചിനായിരുന്നു കേട്ടോ. അതൊന്ന് തിളച്ച് കഴിയുമ്പോഴേ വേവണ മരിച്ചിനെന്ന് പറയില്ല, അതുപോലത്തെ മരിച്ചിനെയായിരുന്നു. അപ്പം ഞാൻ മരിച്ചിനെ ഇനി ഉടച്ച് വെക്കുകയാണ്. മരിച്ചിന് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് മാത്രമേ ഞാൻ ഉടച്ച് വെക്കുകയുള്ളൂ. അങ്ങനെ മരിച്ചിന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ചില മരിച്ചിന് നല്ല രുചിയാണല്ലോ, നല്ല വെണ്ണ പോലെ ഉടഞ്ഞും വന്നായിരുന്നു, നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ മരിച്ചിനെ ഇങ്ങനെ വേവാത്ത മരിച്ചിനെ അത് ചാല മരിച്ചിനെയാണെന്ന് പറയും, മറ്റൊരു നാടൻ മരിച്ചിനെ എന്നും പറയും. അപ്പോൾ അതിലുള്ള കാര്യമൊന്നും എനിക്കറിയില്ല, ചാലയിൽ നിന്ന് വാങ്ങിക്കുന്ന മരിച്ചിനെയാണോ വേവാത്തതൊന്നും എനിക്കറിയില്ല. ഇവിടെ ഇങ്ങനെ സാധാരണ നമ്മളെ സ്ഥലത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അത് ചാല മരിച്ചിനെയാണെന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ ആ സമയം കൊണ്ട് നാരങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു. നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി എന്ന് പറയണ്ടല്ലോ, എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പില ഇട്ട് കുറച്ച് കുരുമുളകല്ല കുറച്ച് ഉലുവയും കൂടെ ഇട്ട് പൊട്ടിച്ചിട്ട് വറ്റൽ മുളകും കൂടെ ഇട്ടിട്ട്, ഇപ്പം നാരങ്ങ ആയതുകൊണ്ട് ഇതിലിപ്പോൾ ഒരു കാര്യമുള്ളത്, നമ്മൾ സാധാരണ മാതള നാരങ്ങയൊക്കെ ആണെങ്കിൽ അതിന് തൊലി കട്ടി കുറവാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്തിടുമ്പോൾ തന്നെ അതിൻ്റെ വെള്ള ഊർന്നൊക്കെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് വെന്തോളും. പക്ഷേ ഇത് നമുക്ക് തൊലി നല്ല കട്ടിയാണ്. അപ്പോൾ ഇത് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് അധികം സമയം എടുക്കും. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് തന്നെ വേവിക്കേണ്ടി വരും. അങ്ങനെ വേവിച്ച് വെച്ചിട്ട് അമ്മ അവിടെ മീൻ കലക്കിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുപ്പത്ത് വെക്കാനായിട്ട്. അപ്പോൾ കുറച്ച് മീൻ പൊരിക്കാനും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേശുവിന് മീൻ പൊരിച്ചു കൊടുത്താൽ ആൾ ചോറ് കഴിച്ചോളൂ. അങ്ങനെ കേശുവിനും ചേട്ടനും കൂടെ ആയിട്ടാണ് മീൻ പൊരിക്കണത്. ഞാൻ അതിലോട്ട് നോക്കണമെങ്കിൽ അധികം മൈൻഡ് ചെയ്യണില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ കൊളസ്ട്രോൾ കുറച്ച് കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇനി മീൻ പൊരിച്ചതും കൂടെ തിന്നും കൊണ്ട് ഇനി വയ്യ. അങ്ങനെ ഇടയ്ക്ക് കുറച്ച് നേരം മഴ തോർന്നു വന്നിട്ട് വീണ്ടും നല്ല മഴ പെയ്യണുണ്ട്. അങ്ങനെ മീനൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മീൻ പൊരിച്ചതും റെഡി ആവണുണ്ട്, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് മീൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നടുക്കത്തെ അടുപ്പിൽ നാരങ്ങയും വെച്ചിട്ടുണ്ട്. നാരങ്ങ ഒരു 1/2 മണിക്കൂറെങ്കിലും എടുത്ത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നാരങ്ങ കടുകൊക്കെ താളിച്ച് നാരങ്ങ അതിലിട്ടതിന് ശേഷം കായവും ഉപ്പും കുറച്ച് ലാസ്റ്റ് അതെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ടാണ് നാരങ്ങ അച്ചാർ വെക്കുന്നത്. മീനും അവിടെ റെഡിയായി. നല്ല മീനായിരുന്നു. നമ്മളിങ്ങനെ നല്ല രുചിയുള്ള മീനിന് നല്ല ചെവയുള്ള മീൻ എന്നാണ് പറയണത്. അപ്പോൾ നല്ല ചെവയുള്ള മീനായിരുന്നു, നല്ല പച്ച മീനുമായിരുന്നു. അപ്പോൾ ഇനി എല്ലാമൊക്കെ റെഡി ആയപ്പോഴേക്കും നല്ല വിശപ്പ്. ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ചോറും മീനും മരിച്ചിനെയൊക്കെ കഴിച്ചിട്ട് ഒരു 3-4 ദിവസമെങ്കിലും ആയിട്ടുണ്ട്. അങ്ങനെ ഇനി ചോറൊക്കെ കഴിക്കണം. ചോറൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും കേശുക്കുട്ടനെ സ്കൂളിൽ നിന്ന് വിളിക്കാനുള്ള സമയമാവും. സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കേശുവിനെ സ്കൂളിൽ വിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ആഹാരം കഴിച്ച് കഴിയുമ്പോഴേക്കും മോനെ വിളിക്കേണ്ട സമയമാവും. അപ്പോഴും ഓടിപ്പോയി മോനെ വിളിച്ചും കൊണ്ടുവരും. ഇത് തന്നെയാണ് ഇപ്പം നമ്മുടെ ജീവിതം. രാവിലെ അവനെ സ്കൂളിൽ കൊണ്ടാക്കണം, വൈകുന്നേരം വിളിച്ചു കൊണ്ടുവരണം. അതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയത്താണ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അങ്ങനെ കേശുവിനെ വിളിച്ചും കൊണ്ടൊക്കെ വന്ന് വൈകുന്നേരം ആയപ്പോഴേക്ക് ചായ ഇടുകയാണ്. ചായ കുടിച്ചിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പം നല്ല ഏലക്ക ചായയാണ് ഇട്ടത്. ആ ഏലക്ക ചായ അല്ലെങ്കിൽ ഇഞ്ചി ചായയൊക്കെ ഇടുമ്പോൾ ചായ ഇട്ട് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമുണ്ടല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ പ്ലെയിനായിട്ട് കുടിക്കണേക്കാളും ഇങ്ങനെ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്താൽ കുറച്ച് ഇഷ്ടം കൂടുതലാണ്. ചിലപ്പോൾ എല്ലാ ദിവസവും ഇതൊന്നും നടക്കില്ല, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണുകയില്ല. ഇന്ന് എന്തായാലും ഏലക്കയൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏലക്കയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിന്ന് ഏലക്ക മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. അങ്ങനെ നല്ല ഏലക്ക ചായയും റെഡിയായി. ഇനി ഒന്ന് ചായ കുടിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് വിശ്രമിച്ചിട്ട് ഇനി അടുത്ത് തൂക്കലും വാരലും വിളക്കൊരുക്കലും കത്തിക്കലും അങ്ങനെ തന്നെ രാവിലത്തെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് തന്നെയാണ് വൈകുന്നേരം. രാവിലത്തേൻ്റെ എന്ത് പറയാനായിട്ട് റിപ്പീറ്റേഷനാണ് വൈകുന്നേരം. അപ്പോൾ ചേട്ടൻ വന്നപ്പോഴേക്കൊരു സമൂസ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. എൻ്റെ പൊന്നെ കടിച്ചിട്ട് സമൂസ പൊട്ടി വരണില്ല. കുറേ ശ്രമിച്ചിട്ടാണ് സമൂസ ഇളകിയെങ്കിലും വന്നത്. അങ്ങനെ ചായയും കുടിച്ച് സമൂസയൊക്കെ കഴിച്ചിട്ട് നമ്മുടെ മണി പ്ലാന്റ് ഉണ്ടല്ലോ അതിനെ കുറച്ചൊക്കെ ഒന്ന് വെട്ടി മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മണി പ്ലാന്റൊക്കെ വെട്ടി മാറ്റി വേറെ ഒന്നിലോട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.